2002 മാത്രം സ്വതന്ത്രമായ ഈസ്റ്റ് തിമോർ എന്ന രാജ്യത്തുകൂടിയാണ് ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ ഡ്രൈവർ ജോൺ ആണിത്. തിമോറിന്റെ തലസ്ഥാനമായ ദില്ലിയിലെ എയർപോർട്ടിൽ നിന്ന് ജോണിന്റെ വാഹനത്തിൽ കയറിയതാണ്. പിന്നിലിരിക്കുന്നത് പ്രേമാണ്, തമിഴ്നാട്ടുകാരൻ. തിമോറിലെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിലെ ജോലിക്കാരനാണ് പ്രേം. എന്റെ ഒരു സുഹൃത്തും കോൺഗ്രസ് നേതാവുമായ ഡോക്ടർ SS ലാലാണ് തിമോറിലെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന ബിജു ഫ്രാൻസിസിനെ എനിക്ക് പരിചയപ്പെടുത്തിയത്. ബിജു ഫ്രാൻസിസിന്റെ സഹപ്രവർത്തകനാണ് പ്രേമചന്ദ്രൻ. പ്രേമചന്ദ്രനെ എന്റെ കൂടെ അയക്കുന്നത് ബിജു ഫ്രാൻസിസ് ആണ്. ഈ വണ്ടി അറേഞ്ച് ചെയ്തതും ജോണിനെ എനിക്ക് വേണ്ടി ഇന്ന് ഒരുക്കി തന്നതുമൊക്കെ ബിജു ഫ്രാൻസിസ് ആണ്. ഓഫീസ് തിരക്കുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് ബിജു ഫ്രാൻസിസ് എന്റെ കൂടെ ഇന്ന് വരാത്തത്. ഞങ്ങൾ കിഴക്കൻ തിമോറിന്റെ കിഴക്കൻ ഭാഗത്തേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. കിഴക്കൻ തിമോർ എന്ന രാജ്യത്തിന്റെ വടക്കൻ തീരത്തുകൂടിയാണ് യാത്ര. തീരെ വികസനമെത്താത്ത ഗ്രാമങ്ങളും ജനവാസ ഇടങ്ങളുമൊക്കെ പിന്നിട്ടാണ് പോകുന്നത്. നമ്മളിപ്പോൾ കടന്നു പോകുന്നത് തിമോർ ഡിഫൻസ് ഫോഴ്സിന്റെ പരിശീലന കേന്ദ്രത്തിന് മുന്നിൽ കൂടിയാണ്. ഏറ്റവും ആധുനികമായ സൗകര്യങ്ങളൊക്കെയാണ് അവിടെ കാണുന്നത്. തിമോറിന്റെ ദേശീയ സേനയുടെ പരിശീലന കേന്ദ്രം. 2001 തിമോർ ഡിഫൻസ് ഫോഴ്സ് ആരംഭിക്കുന്നത്. 2 ഇൻഫൻട്രി ബറ്റാലിയനുകളും ചെറിയൊരു നേവി യൂണിറ്റും ചെറിയൊരു എയർഫോഴ്സ് യൂണിറ്റുമൊക്കെ ചേർന്നതാണ് തിമോറിന്റെ ഡിഫൻസ് ഫോഴ്സ്. ദേശീയ സുരക്ഷയാണ് ഇവരുടെ പ്രധാന ജോലി. ചിലപ്പോഴൊക്കെ ഇവർ പോലീസിന്റെ ജോലിയും ചെയ്യും. അതുകൊണ്ട് തന്നെ പോലീസും പട്ടാളവും തമ്മിൽ ചില ഫ്രിക്ഷനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാറുണ്ട്. കാരണം പോലീസിന്റെ ജോലിയിൽ ഡിഫൻസ് ഫോഴ്സുകാർ ഇടപെടും. അപ്പോൾ ഇവർ തമ്മിൽ ഫ്രിക്ഷൻ ഉണ്ടാകും. അത് വലിയ വാർത്തയാകാറുമുണ്ട്. 2006 ഈ ഡിഫൻസ് ഫോഴ്സുകാർ വലിയൊരു പ്രതിഷേധം നടത്തിയത് വാർത്തയായിരുന്നു. വിവേചനവും മോശം സേവന വ്യവസ്ഥകളുമൊക്കെ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അവർ വലിയൊരു പ്രതിഷേധം നടത്തി. ആ സമയത്ത് പകുതി പേരെ സർക്കാർ പിരിച്ചുവിട്ടു. പിന്നീട് വിദേശ പീസ് കീപ്പിംഗ് ഫോഴ്സുകളാണ് കുറെ കാലത്തേക്ക് തിമോറിന്റെ ആഭ്യന്തര സുരക്ഷയും പോലീസ് ജോലിയുമൊക്കെ ചെയ്തിരുന്നത്. മനോഹരമായ ഒരു ബീച്ചിന്റെ മുകൾ ഭാഗത്തുകൂടിയാണ് ഇപ്പോൾ കടന്നുപോകുന്നത്. $1 ബീച്ച് എന്നാണ് ഇതറിയപ്പെടുന്നത്. മനത്തൂത്തു ജില്ലയിലുള്ള ഒരു ബീച്ചാണിത്. അതിമനോഹരമായ ഒരു ബീച്ച്. വെള്ളിമണൽ തീരം, ഇളം നീല കടൽ ജലം, ഗംഭീരമായ ഫെസിലിറ്റികൾ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ടെന്റുകൾ, ഹട്ടുകൾ, പൗലിയനുകൾ, നിരീക്ഷണ ഗോപുരങ്ങൾ ഒക്കെ കാണാം. പക്ഷേ ഇവിടെ കയറണമെങ്കിൽ $1 കൊടുക്കണം. സ്വദേശികൾക്ക് വേണ്ടി പണിതിരിക്കുന്നതാണ്. ടൂറിസ്റ്റുകളും അവിടെ വരാറുണ്ട്. അതിഗംഭീരമായൊരു ഫെസിലിറ്റിയാണ്. പക്ഷേ ഇവിടെ അധികം ആളുകളെ ഒന്നും കാണുന്നില്ല. $1 കൊടുക്കാനുള്ള മടികൊണ്ടാവാം. അതുമല്ലെങ്കിൽ പൈസ കൊടുക്കണ്ടാത്ത ധാരാളം ബീച്ചുകൾ ഉള്ളതുകൊണ്ടുമാവാം. നല്ല അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വൃത്തിയുണ്ട്. ട്രഡീഷണൽ ശൈലിയിൽ പണിത കുറെ മണ്ഡപങ്ങളും ഗോപുരങ്ങളുമൊക്കെ കാണാം. കുറെ വാച്ച് ടവറുകളും. അതിമനോഹരമാണ് ഈ $1 ബീച്ച്. അവിടെ കയറാൻ എനിക്ക് തോന്നിയില്ല. സമയം കളയേണ്ടതില്ല. ഞങ്ങൾ അതുകൊണ്ട് നേരെ യാത്ര തുടർന്നു. ചില പള്ളികൾ വഴിയോരങ്ങളിൽ കാണാം. ചെറിയ ഗ്രാമങ്ങൾ പിന്നിട്ടാണ് പോകുന്നത്. ഗ്രാമങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളും വീടുകളുടെ നിർമ്മാണവും അവരുടെ റിക്രിയേഷണൽ ഫെസിലിറ്റികളുമൊക്കെ ഈ യാത്രയിൽ കാണാൻ പറ്റുന്നുണ്ട്. തെങ്ങിൻ തോപ്പുകൾ കാണാം. വാഴത്തോട്ടങ്ങൾ കാണാം. അതിനകത്തെ കൊച്ചു വീടുകൾ കാണാം. ഇപ്പോൾ കടന്നുപോകുന്ന മനത്തൂത്തു ജില്ല നെൽകൃഷിക്ക് വളരെ പ്രശസ്തമാണ്. ധാരാളം നെൽവയലുകൾ ഇവിടെയുണ്ട്. മലമ്പ്രദേശങ്ങളിൽ കാപ്പി കൃഷിയും നടക്കുന്നുണ്ട്. കാപ്പി കൃഷി മാത്രമല്ല, അവക്കാഡോയുടെ കൃഷിയും നടക്കുന്നുണ്ട്. ദില്ലി പട്ടണത്തിൽ നിന്ന് ഏതാണ്ട് 60 കിലോമീറ്റർ പിന്നിട്ട് കഴിഞ്ഞു. ഞാൻ ഫ്ലൈറ്റിൽ നിന്ന് പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും ചേർന്ന ഒരു വിഭവം കഴിച്ചതാണ്. എന്റെ സഹയാത്രികർക്കും വിശപ്പ് തുടങ്ങിക്കഴിഞ്ഞു. ഇവിടെ ചന്ത പോലൊരു ഭാഗമുണ്ട്. നിരവധി റെസ്റ്റോറന്റുകളുടെ നീണ്ട നിര. അവിടെ വണ്ടി നിർത്തി. പക്ഷേ അവിടെയൊന്നും ഒരു മനുഷ്യനെയും കാണുന്നില്ല. കച്ചവടക്കാരികൾ മാത്രമുണ്ട് ഇവിടെ. അവരുടെ മേശയിൽ കുറെ മത്സ്യവിഭവങ്ങൾ നിരത്തിവെച്ചിരിക്കുന്നു. ഈ കച്ചവടക്കാരിയെ ഞാനൊന്ന് പരിചയപ്പെട്ടു. നിഷ്കളങ്കമായ ചിരിയോടെ അവൾ അങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ പറയുന്നത് അവൾക്കോ അവൾ പറയുന്നത് എനിക്കോ മനസ്സിലാകുന്നില്ല. അലിയ എന്നാണ് പേര് എന്ന് പറഞ്ഞു. പലതരം മീനുകളെ കമ്പിൽ കോർത്ത് ഗ്രിൽ ചെയ്തും വറുത്തുമൊക്കെ വെച്ചിട്ടുണ്ട്. മീൻ മാത്രമല്ല, നീരാളിയെ വറുത്തതും അക്കൂടെയുണ്ട്. കുറെ കടകൾ. ഇവരുടെയൊക്കെ ജോലി ഈച്ചയാട്ടുക എന്നതാണ്. ഈച്ചയുടെ വലിയ ശല്യമാണ്. കുറച്ചു മുന്നോട്ട് നടന്നു കഴിഞ്ഞപ്പോൾ പിന്നീടുള്ള ചില റെസ്റ്റോറന്റുകളിൽ കുറച്ച് ആളുകളൊക്കെയുണ്ട്.
സ്ത്രീകൾ പൊരിച്ച മീനുമായിട്ട് നിരന്നിരിക്കുന്ന നിരവധി കടകളാണ് ഇവിടെയുള്ളത്. ഞാൻ അതിനകത്തു നിന്ന് 2-3 മീനുകൾ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു. വല്ല ആരോഗ്യ പ്രശ്നവും ഉണ്ടാകുമോ എന്ന് ചെറിയൊരു ഭയമുണ്ട്. നീരാളിയെ വറുത്തത് വേണോ മീൻ വേണോ എന്നൊരു ശങ്കയായി. ഇവിടെ കൗതുകമുള്ളൊരു വസ്തുവുമുണ്ട്. കുരുത്തോല കൊണ്ട് മെടഞ്ഞുണ്ടാക്കിയ ചെറിയ കൂടകൾ. അതിനകത്ത് ചോറാണ്. ചോറ് വേവിച്ച് കെട്ടിവെച്ചിരിക്കുകയാണ്. ഒരു കോർമ്മൽ നീരാളിയും 2-3 മീൻ വറുത്തതും എടുക്കാൻ തീരുമാനിച്ചു. മീൻ ചിലതിന് $2, ചിലതിന് $1, ചിലതിന് $1.5. എനിക്കും ജോണിനുമുള്ള ഉച്ചഭക്ഷണമാണ് ഈ വരുന്നത്. പ്രേം നേരത്തെ കഴിച്ചതാണ്. ഏതാനും പൊതിച്ചോറും വാങ്ങി. ചെറിയ കൂടകൾ എനിക്ക് വളരെ രസകരമായിട്ട് തോന്നി. കുരുത്തോല നെയ്തുണ്ടാക്കുന്ന ചെറിയ വട്ടികൾ. $1 5 കുരുത്തോല പാക്കറ്റിനകത്തെ ചോറ് കിട്ടും. ജോണിന്റെ സന്തോഷം ആ മുഖത്തുണ്ട്. പ്രേം പോയി അടുത്ത കടയിൽ നിന്ന് കുറച്ച് വെള്ളവും വാങ്ങിക്കൊണ്ടുവന്നു. അങ്ങനെ ഞങ്ങൾ ട്രഡീഷണൽ ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചു. ഇതാണ് കൂട പൊട്ടിച്ചു കഴിയുമ്പോഴുള്ള ചോറിന്റെ അവസ്ഥ. ചോറിന്റെ ഒരു കട്ടയാണ്. ഹോട്ടലുകളിലൊക്കെ ഇത് സൗകര്യപ്രദമാണ്. കാരണം ഓരോ യൂണിറ്റായിട്ട് അളന്നെടുക്കാനും വില പറഞ്ഞു വിൽക്കാനും ഒക്കെ സൗകര്യം. നമ്മുടേത് തവിക്കണക്കാണല്ലോ. ഓരോ നാട്ടിലെയും ചോറിന്റെ വകഭേദങ്ങളെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്. ജോൺ എനിക്ക് വേണ്ടി ഭക്ഷണം കഴിക്കുന്ന ഒരു ഡെമോൺസ്ട്രേഷൻ നടത്തി. പച്ചച്ചോറ് കഴിക്കാൻ വയ്യാത്തതുകൊണ്ട് അതിന്മേൽ കുറച്ച് സോസൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇതാണ് ഈ നാട്ടുകാരുടെ പ്രധാന ഭക്ഷണം. മീനിന് എരിവോ പുളിയോ ഒന്നുമില്ല. പക്ഷേ അത്യാവശ്യം രുചിയുള്ള മീനായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന കിളിമീനുണ്ടല്ലോ, അതിന്റെ ഒക്കെ രുചിയാണ്. ടൊമാറ്റോ കെച്ചപ്പും എന്തൊക്കെയോ സോസും എല്ലാം ചേർത്ത് ജോൺ ഉച്ചഭക്ഷണം ആഘോഷമാക്കി. ഞാൻ നീരാളി ഫ്രൈ ജോണിന് സംഭാവന ചെയ്തു. അത് മുഴുവൻ എടുത്തോളാൻ പറഞ്ഞു. ജോണിന് അത് ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ 2 പൊതി ചോറും ഒരു വലിയ മീനും കഴിച്ച് എന്റെ ഉച്ചഭക്ഷണം കുശാലാക്കി. തിമൂറുകാരുടെ 3 നേരത്തെയും പ്രധാന ഭക്ഷണം ചോറ് തന്നെയാണ്. അതിന്റെ കൂടെ ചിലപ്പോൾ മീനോ ഇറച്ചിയോ പച്ചക്കറിയോ ഉണ്ടാവും. ഞങ്ങൾ 3 കാപ്പിയും കൂടി ഓർഡർ ചെയ്തു. ഈസ്റ്റ് തിമോർ കാപ്പിയുടെ നാടാണ്. കാപ്പിയാണ് തിമോറുകാർക്ക് വരുമാനമുണ്ടാക്കുന്ന പ്രധാന കൃഷി. എക്സ്പോർട്ട് ചെയ്യുന്ന ഉൽപ്പന്നവും കാപ്പി തന്നെ. കാപ്പി വാങ്ങിച്ചു കഴിയുമ്പോൾ പഞ്ചസാര ഇങ്ങനെ പ്ലാസ്റ്റിക് കൂടിന്റെ പൊതിക്കകത്ത് കൊണ്ടുവന്ന് തരും. അതിന്റെ മൂട് പൊട്ടിച്ച് നമുക്ക് കാപ്പിക്കകത്തേക്ക് പകരാം. ഇന്തോനേഷ്യയിൽ നിന്നോ മറ്റോ ആണ് പഞ്ചസാര പോലുള്ള സാധനങ്ങളെല്ലാം ഇറക്കുമതി ചെയ്യുന്നത്. നല്ല കടുപ്പമുള്ള തിമോറിയൻ കാപ്പിയാണ്. എനിക്കത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഉച്ചകഴിഞ്ഞ നേരത്തുള്ള നാടൻ റെസ്റ്റോറന്റിലെ നാടൻ ഭക്ഷണം ഗംഭീരമായി. ഞങ്ങളങ്ങനെ ഭക്ഷണം കഴിച്ചിരിക്കുമ്പോൾ വേറെയും ആളുകൾ വരുന്നുണ്ട്. വിലപിടിച്ച കാറുകളിൽ സമ്പന്നരായ ആളുകൾ വന്ന് സാധനങ്ങളൊക്കെ വാങ്ങിപ്പോകുന്നത് കാണാം. തിമോറിൽ എല്ലാവരും ദരിദ്രരല്ല. ചെറിയൊരു ശതമാനം സമ്പന്നരുമുണ്ട്. അവരുടെ വസ്ത്രധാരണത്തിൽ നിന്നും അവരുടെ വാഹനങ്ങളിൽ നിന്നുമൊക്കെ അത് പ്രകടമാണ്. കടകളുടെ നീണ്ട നിര. പക്ഷേ വലിയ തോതിൽ കച്ചവടം നടക്കുന്നില്ല. ഉച്ചസമയം കഴിഞ്ഞതുകൊണ്ടാവാം. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടുമാണല്ലോ സാധാരണ ഇത്തരം സ്ഥലങ്ങളിൽ കച്ചവടം കൂടുതൽ നടക്കുക. ഇപ്പോൾ 3 മണി കഴിഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തുടരുകയാണ്. 15ഓളം കടകളുണ്ട് അവിടെ. ആ കടകളെല്ലാം ഇരിക്കുന്നത് കടൽ തീരത്തുമാണ്. പക്ഷേ റെസ്റ്റോറന്റിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ കടലിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് ഫീൽ ചെയ്തിരുന്നില്ല. അതിമനോഹരമായ കടൽ തീരത്തുകൂടെ ശാന്തമായ കടലിന്റെ ഓരത്തുകൂടെ പോവുകയാണ്. പരസ്യങ്ങളും ബാനറുകളും പോസ്റ്ററുകളും ഒന്നുമില്ലാത്തൊരു വൃത്തിയാണ് ഈ നാടിനെ ശ്രദ്ധേയമാക്കുന്നത്. മലനിരകൾ കണ്ടുകൊണ്ടിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് തിമോറിന്റെ ഡിഫൻസ് ഫോഴ്സിനെ കുറിച്ച് തന്നെയാണ്. 2002 ഈ രാജ്യം രൂപം കൊള്ളുമ്പോൾ അന്നത്തെ അവരുടെ നേതാക്കളും പറഞ്ഞിരുന്നത് ഇവർക്കൊരു ഡിഫൻസ് ഫോഴ്സ് ഉണ്ടാവില്ലെന്നാണ്. പക്ഷേ പിന്നീട് ആഭ്യന്തര പ്രശ്നങ്ങൾ വളർന്നു വന്നപ്പോൾ ഒരു ഡിഫൻസ് ഫോഴ്സ് രൂപീകരിക്കേണ്ടി വന്നു. ദേശീയ വിഭജന പ്രക്ഷോഭകാലത്തെ ഗറില്ല പോരാളികളാണ് ആദ്യകാലത്ത് ഡിഫൻസ് ഫോഴ്സിലെ പട്ടാളക്കാരായിരുന്നത്. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ.
ഫോൺ 9995 നിരവധി ഗോത്രങ്ങൾ ചേർന്നതാണ് തിമോറിലെ ജനത. മലയോ പോളിനേഷ്യൻ, മെലിനീഷ്യൻ, പാപ്പുവാൻ എന്നിങ്ങനെയൊക്കെയുള്ള വംശങ്ങൾ കലർന്നാണ് ഇവിടുത്തെ ജനവിഭാഗമുണ്ടായത്. രാജ്യത്തെ ഭൂരിപക്ഷ വിഭാഗം ജനങ്ങളും ടേറ്റം അഥവാ ടേറ്റൻ എന്നറിയപ്പെടുന്ന മലയോ പോളിനേഷ്യൻ ഗോത്രമാണ്. മാംബെ, തുക്കൂത്തിത് തുടങ്ങി ഒട്ടേറെ വിഭാഗങ്ങൾ ഇവിടെയുണ്ട്. ചെറിയൊരു ഭൂഭാഗമാണെങ്കിലും നിരവധി വംശങ്ങൾ. കേരളത്തിന്റെ 1/3 കുറച്ചുകൂടി കൂടുതലേ ഉള്ളൂ ഈ രാജ്യത്തിന്റെ ഭൂവിസ്തൃതി. പക്ഷേ പല വംശങ്ങൾ, 8-10 ഭാഷകൾ, നിരവധി ആചാരങ്ങൾ, അതിലേറെ അനാചാരങ്ങൾ, ഇതെല്ലാമുള്ളൊരു ജനവിഭാഗമാണ് തിമോറിലുള്ളത്. ഇവിടുത്തെ പരമ്പരാഗത ജനവിഭാഗങ്ങളും പോർച്ചുഗീസുകാരും ചേർന്നുണ്ടായ ഒരു സങ്കര ജനവിഭാഗമാണ് മെസ്റ്റിസോകൾ. അവരും ഈ രാജ്യത്ത് ഇന്നൊരു പ്രബല വിഭാഗമാണ്. രാജ്യത്തെ ഭരണത്തിലും ഉന്നതമായ അധികാര കേന്ദ്രങ്ങളിലുമൊക്കെ സ്ഥാനം പിടിച്ചിട്ടുള്ളവരിൽ ഏറ്റവും കൂടുതലുള്ളത് മെസ്റ്റിസോകളാണ്. അതായത് പോർച്ചുഗീസുകാരും ഇവിടുത്തെ നാട്ടുകാരും ചേർന്നുണ്ടായ സങ്കര ഇനം. ഈ ദ്വീപിൽ ഏകദേശം 40,000 കൊല്ലം മുൻപ് തന്നെ ജനവാസമുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, പസഫിക് സമുദ്രത്തിലെ നിരവധി ചെറിയ ദ്വീപുകൾ എന്നിവിടങ്ങളിലൊക്കെ താമസിച്ചിരുന്ന ഓസ്ട്രേലേഷ്യൻ ജനത തന്നെയാണ് ആദ്യമായിട്ട് തിമോർ ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് കുടിയേറി വന്നത്. അവരാണ് ഈ രാജ്യത്തെ ആദിവാസികളും. BC 3000-ഓടടുത്ത് മെലനേഷ്യൻ വർഗക്കാർ തിമോറിലേക്ക് കടന്നുവന്നു. ഏറ്റവും ഒടുവിലായിട്ട് മലായ് ജനതയുടെ പൂർവികരും തെക്കൻ ചൈനയിൽ നിന്ന് ഇവിടേക്കെത്തി. ഇവരെല്ലാം ചേർന്ന ഒരു സങ്കര വിഭാഗമാണ് ഇന്ന് കിഴക്കൻ തിമോറിലെ ജനത. അതായത് കിഴക്കനേഷ്യയിലെ ഒരു 10 രാജ്യത്തുണ്ടാകാവുന്ന വംശവ്യത്യാസങ്ങളും ഭാഷയുമെല്ലാം കേരളത്തിന്റെ 1/3 മാത്രമുള്ള ഭൂഭാഗത്ത് സമ്മേളിച്ചിരിക്കുന്നു. ബൗക്കാവു പട്ടണത്തിലേക്ക് പോകുന്ന ഒരു ബസ് ഞങ്ങളെ കടന്നുപോയി. മുന്നിൽ പോകുന്നത് ഒരു ബസ്സല്ല, ഒരു വലിയ പ്രസ്ഥാനം തന്നെയാണ്, അല്ലെങ്കിൽ സഞ്ചരിക്കുന്ന സൂപ്പർ മാർക്കറ്റ്. ഈ ബസിന്റെ പുറകിൽ എന്തൊക്കെയാണ് കെട്ടിവെച്ചിരിക്കുന്നതെന്ന് നോക്കൂ. ഒരു ഫ്രിഡ്ജാണ് ആദ്യം കാണുന്നത്. 2 ബൈക്കുണ്ട്. പിന്നെ കുറെ കന്നാസുകളുണ്ട്. ബസിന്റെ മുകളിൽ കുറെ ടയറുകളുണ്ട്. മുൻഭാഗത്തായിട്ട് കുറെ യാത്രക്കാർ. അതായത് ഒരു ബസ്സിനെ ചരക്ക് ലോറിയും യാത്രക്കാർക്കുള്ള വാഹനവുമെല്ലാം ചേർന്ന ഗതാഗതത്തിന്റെ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തുന്ന ഒരു വാഹനമാക്കി മാറ്റിയിരിക്കുകയാണ്. അത് ആ മലമ്പ്രദേശങ്ങളെല്ലാം പിന്നിട്ട് ബൗക്കാവു പോലുള്ള പട്ടണങ്ങളും പിന്നിട്ട് ഈ തിമോർ രാജ്യത്തിന്റെ കിഴക്കേ അതിരുവരെ പോകും. ഓരോ ഗ്രാമത്തിലേക്കും വേണ്ട സർവ്വസാധനങ്ങളും ദില്ലി എന്ന തലസ്ഥാന പട്ടണത്തിൽ നിന്ന് വേണം ശേഖരിക്കാൻ. അപ്പോൾ ദില്ലിയിൽ നിന്ന് പുറപ്പെടുന്ന എല്ലാ ബസ്സുകളിലും ഇങ്ങനെയൊക്കെയായിരിക്കും കാഴ്ച. 1500കളിലാണ് പോർച്ചുഗീസുകാർ ഈ പ്രദേശങ്ങളിൽ ആധിപത്യം സ്ഥാപിക്കുന്നത്. അതിൽ വെസ്റ്റ് തിമോറിൽ ഡച്ചുകാരായിരുന്നു. ഈസ്റ്റ് തിമോർ പോർച്ചുഗീസുകാരുടെ പിടിയിലുമായി. പോർച്ചുഗീസുകാരുടെ വരവിന് മുൻപ് പ്രകൃതി പ്രതിഭാസങ്ങളെയൊക്കെ ആരാധിക്കുന്ന അനിമിസം വ്യാപകമായിരുന്നു ഇവിടെ. മരങ്ങൾ, കല്ലുകൾ, മലകൾ, സൂര്യൻ, ചന്ദ്രൻ, കാറ്റ്, ഇടിമിന്നൽ തുടങ്ങിയയെല്ലാം ഇവരുടെ ആരാധനാമൂർത്തികളായിരുന്നു. അവയ്ക്കെല്ലാം മനുഷ്യനേക്കാൾ ശക്തിയുണ്ടെന്നും മനുഷ്യന്റെ ജീവിതത്തെ നിയന്ത്രിക്കാൻ കഴിയുമെന്നുമാണ് ഈ നാട്ടുകാർ വിശ്വസിച്ചിരുന്നത്. അത്തരം വിശ്വാസങ്ങളൊക്കെ ഇപ്പോഴും ഇവിടുത്തെ പല ഗോത്രങ്ങളും പിന്തുടരുന്നുണ്ട്. മരണാനന്തര ജീവിതത്തിൽ ഇവർക്കെല്ലാം വലിയ വിശ്വാസവുമുണ്ട്. ബലി പോലുള്ള ആചാരങ്ങളും ഇവിടെ നിലനിന്നിരുന്നു. അത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമൊക്കെയായി ഒട്ടൊരു പ്രാകൃതരായിട്ട് കഴിഞ്ഞിരുന്ന മനുഷ്യരെയാണ് ബലപ്രയോഗത്തിലൂടെയും ശിക്ഷാവിധികളിലൂടെയുമൊക്കെ പോർച്ചുഗീസുകാർ ക്രിസ്തുമതത്തിലേക്ക് കൺവേർട്ട് ചെയ്തത്. ഇപ്പോഴും ഗോത്രവിഭാഗത്തിലെ അന്ധവിശ്വാസങ്ങൾ ദൂരീകരിക്കുന്നതിനായിട്ട് ക്രൈസ്തവ പുരോഹിതർ വലിയ ശ്രമങ്ങൾ നടത്തിവരാറുണ്ട്. വിശേഷ ദിവസങ്ങളിലും കുടുംബത്തിൽ പ്രത്യേകമായി എന്തെങ്കിലും ചടങ്ങ് നടക്കുമ്പോഴും അതിനു മുന്നോടിയായിട്ട് ദൈവങ്ങൾക്കും പിതൃക്കൾക്കും ദുർദേവതകൾക്കും കാഴ്ചദ്രവ്യങ്ങൾ അർപ്പിക്കുന്നത് ഇപ്പോഴും കിഴക്കൻ തിമോറിലെ ചില ഗോത്രങ്ങളുടെ പതിവാണ്. ഇന്നാട്ടിലെ ആൾക്കാരുടെ വിശ്വാസമനുസരിച്ച് റായി നയീൻ എന്നൊരു ദേവതയാണ് ഭൂമിയുടെ മൊത്തം അവകാശി. ടാസിനായിൻ എന്ന മറ്റൊരു ദേവതയാണ് കടലിന്റെ അധിപതി. ഭൂമിയിൽ എന്തെങ്കിലും പ്രവൃത്തികൾ ആരംഭിക്കുന്നതിന് മുൻപ് റായി നയീന് കാഴ്ചദ്രവ്യങ്ങൾ അർപ്പിക്കുകയും പൂജിക്കുകയും ചെയ്തിരുന്നത് ഈ നാട്ടുകാരുടെ പതിവാണ്. കടൽ തീരത്ത് വസിക്കുന്നവർ ടാസിനായിൻ ദേവതയ്ക്കായിട്ടും പ്രത്യേക പൂജകളും കാഴ്ച സമർപ്പണങ്ങളുമൊക്കെ നടത്തും.
നമ്മളിപ്പോൾ ഒരു പാലത്തിലേക്ക് കയറിയിരിക്കുകയാണ്. ലാക്ലോ നദിക്ക് കുറുകെയുള്ളൊരു പാലമാണ്. മനത്തൂത്തു പട്ടണത്തിന്റെ ഓരത്തുകൂടിയാണ് ലാക്ലോ നദി ഒഴുകുന്നത്. ഇവിടെ ഒരു കാഴ്ചയുണ്ട്. അവിടെ വണ്ടി കൊണ്ടുചെന്ന് നിർത്തി. ഒരു ചെറിയ പാർക്കാണത്. അവിടെ ഒരു പ്രതിമയുണ്ട്. സെയിന്റ് ആന്റണിയുടെ പ്രതിമയാണ്. സെയിന്റ് ആന്റണി ഉണ്ണിയേശുവിനെ കയ്യിൽ പിടിച്ചു നിൽക്കുന്ന ഒരു പ്രതിമ. മാർട്ടിഞ്ഞോ ഡെക്കോസ്റ്റ ലോപ്പസ് എന്നൊരു വൈദികന്റെ സ്മാരകവും അവിടെയുണ്ട്. അദ്ദേഹം ഇവിടുത്തെ വലിയൊരു സാമൂഹിക പരിഷ്കർത്താവായിരുന്നു. ഇവിടുത്തെ ഓട്ടോറിക്ഷയാണിത്. ഇലക്ട്രിക് വെഹിക്കിളാണ്. അതിനകത്ത് 8-10 പേർക്കൊക്കെ യാത്ര ചെയ്യാം. തും എന്നാണ് ഇതിനെ ഇവർ വിളിക്കുന്നത്. ഞങ്ങൾ അതിലൂടെ ഒന്ന് ചുറ്റി നടന്നു. മോൺസിഞ്ഞോർ മാർട്ടിഞ്ഞോ ഡെക്കോസ്റ്റ ലോപ്പസ് മതരാഷ്ട്രീയ നേതാവായിരുന്നു. 1918 ജനിച്ച് 1991 മരിച്ചയാൾ. ഇന്തോനേഷ്യക്കെതിരെ നടന്ന പോരാട്ടങ്ങൾക്കൊക്കെ നേതൃത്വം വഹിച്ചയാൾ. പോപ്പിന്റെ വരെ അപ്രീതിക്ക് പാത്രമാകുന്ന വിധത്തിൽ പ്രതിഷേധ സ്വരങ്ങൾ ഉയർത്തിയ ഒരാളായിരുന്നു മോൺസിഞ്ഞോർ മാർട്ടിഞ്ഞോ ഡെക്കോസ്റ്റ ലോപ്പസ്. അദ്ദേഹം പിന്നീട് പോർച്ചുഗലിലെ ലിസ്ബണിൽ വെച്ചാണ് മരിക്കുന്നത്. മനത്തൂത്തു നഗരത്തിന്റെ പുറത്തുകൂടി ഒരു ബൈപ്പാസ് ഉണ്ട്. അതിസുന്ദരമായ ഒരു നവീന പാത. ആ പാതയിലൂടെ പോകുമ്പോൾ അതിന്റെ 2 വശങ്ങളിലും നെൽപ്പാടങ്ങളാണ് കാണുന്നത്. അവിടെ വഴിയോരത്ത് ഞങ്ങൾ ഇറങ്ങി. ചെറിയൊരു വിശ്രമം. സുന്ദരമായ കാഴ്ചകൾ. അങ്ങകലെ പാടത്ത് പണിയെടുക്കുന്ന ധാരാളം പേരെ കാണാം. ഇന്നൊരു ഞായറാഴ്ചയാണെങ്കിലും നെൽവയലിലൊക്കെ കൃഷി നടക്കുന്നുണ്ട്. ഞാറുനടലാണ് അവിടെ നടക്കുന്നത്. ഇവിടുത്തെ നെൽകൃഷി ഒരു കാലത്ത് പൂർണ്ണമായും നിലച്ചു പോയതായിരുന്നു. സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള ഗറില്ല പോരാട്ട കാലത്തായിരുന്നു അത്. ഏതാണ്ട് 70,000 ഹെക്ടറിൽ നെൽകൃഷി ചെയ്യാനുള്ള സൗകര്യം ഈസ്റ്റ് തിമോറിലുണ്ട്. പക്ഷേ ഇപ്പോഴും 40,000 ഹെക്ടറിൽ കൂടുതൽ കൃഷി നടക്കുന്നില്ല. കൃഷിക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുക്കുന്നതിലും വളം, ഉപകരണങ്ങൾ ഇതിന്റെയൊക്കെ ലഭ്യതക്കുറവുമായിരിക്കാം അതിന്റെ കാരണം. നല്ല ഗംഭീരമായൊരു ബൈപ്പാസ് ഹൈവേയാണ്. യാത്ര തുടരുകയാണ്. നല്ല സമ്പന്ന ഗേഹങ്ങളും പോകുന്ന വഴിക്ക് കാണാം. എന്നാൽ ദരിദ്ര വീടുകളും മധ്യവർത്തി വീടുകളുമൊക്കെ പിന്നിട്ടാണ് നമ്മൾ പോകുന്നത്. നെൽവയലുകളും കടൽ തീരങ്ങളുമുള്ള ഭാഗങ്ങളൊക്കെ പിന്നിട്ടാൽ പിന്നെ വീണ്ടും മലമ്പാതയിലേക്ക് കയറുകയായി. മഴക്കാലത്ത് നിറഞ്ഞൊഴുകുന്ന ഒരു നദിയുടെ ഉണങ്ങിയ തിട്ടയിലൂടെയായി പിന്നെ യാത്ര. മലമ്പ്രദേശങ്ങളായതുകൊണ്ട് തന്നെ നിരവധി നദികൾ ഈ കിഴക്കൻ തിമോറിലുണ്ട്. ആ നദീതീരവും പിന്നിട്ട് ഇപ്പോൾ ഓടിയെത്തിയിരിക്കുന്നത് ചെറിയൊരു ഗ്രാമത്തിലേക്കാണ്. ആ ഗ്രാമത്തിൽ ചെറിയ പീടികകളുണ്ട്. പണി പൂർത്തിയായി വരുന്ന കെട്ടിടങ്ങളുണ്ട്. പുതിയ കാലത്ത് നല്ല മതിൽക്കെട്ടൊക്കെയായിട്ട് പണിത സമ്പന്ന ഗേഹങ്ങളും ചിലയിടത്തൊക്കെ കാണാം. അത് കഴിയുമ്പോൾ ലലയ്യ എന്നൊരു പട്ടണത്തോടടുക്കുകയാണ്. ലലയ്യ മനത്തൂത്തു ഡിസ്ട്രിക്റ്റിലെ ഒരു ചെറിയ പട്ടണമാണ്. അവിടുത്തെ സർക്കാർ ഓഫീസുകൾ, ചെറിയൊരു ആശുപത്രി, അതൊക്കെ പിന്നിട്ട് മുന്നോട്ട് പോവുകയാണ്. അവിടെ ഒരു ചെറിയ സ്കൂളുമുണ്ട്. ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഒരു വലിയ പാലം കാണാം. അത് ലലയ്യ നദിക്കു കുറുകെയുള്ള ലലയ്യ പാലമാണ്. പോർച്ചുഗീസുകാർ പണിത പഴയൊരു പാലം അവിടെ ഇടതുവശത്ത് കാണാം. അതായിരുന്നു അടുത്ത കാലം വരെ ഗതാഗതത്തിന്റെ അല്ലെങ്കിൽ നദി ക്രോസ് ചെയ്യാനുള്ള ഏക മാർഗം. ഒറ്റവരി ഗതാഗതം മാത്രം സാധ്യമാകുന്ന ഇടുങ്ങിയ പാലമായിരുന്നു അത്. അടുത്ത കാലത്താണ് ഈ പുതിയ പാലം പണിതത്. ഹൈവേ നവീകരണത്തിന്റെ ഭാഗമായിട്ട് പുതിയ പാലം പണിയുകയായിരുന്നു. നദിയിൽ മഴക്കാലത്താണ് നിറയെ വെള്ളമുണ്ടാവുക. ഇപ്പോൾ മഴക്കാലം കഴിഞ്ഞ് വേനൽക്കാലം തുടങ്ങാൻ പോകുന്ന ദിനങ്ങളാണ്. ഈ രാജ്യത്ത് 2 കാലാവസ്ഥാ പ്രതിഭാസമേ ഉള്ളൂ. ഒന്നുകിൽ മഴക്കാലം, അല്ലെങ്കിൽ വേനൽക്കാലം. നദി കഴിയുന്നതോടുകൂടി എത്തുന്നത് നിരന്ന നെൽപ്പാടങ്ങളുടെ കാഴ്ചയിലേക്കാണ്. പാലക്കാടൻ പാടശേഖരങ്ങൾക്ക് സമീപത്തുകൂടി സഞ്ചരിക്കുകയാണെന്നേ തോന്നൂ. അതിനെ കൂടുതൽ ബലപ്പെടുത്തുന്ന മട്ടിൽ ഈ വയലുകളുടെ ഓരങ്ങളിൽ കരിമ്പനകളും കാണാം. ജലസമൃദ്ധമായ പാടശേഖരങ്ങളെ തെങ്ങും കരിമ്പനയുമൊക്കെ അതിരിടുന്നു. വീണ്ടും യാത്ര ചെയ്തു ചെല്ലുമ്പോൾ അവിടെ ഒരു സ്കൂൾ കാണാം. ഇവിടുത്തെ സാധാരണ സ്കൂളുകളൊക്കെ ആ കാണുന്ന മട്ടിലാണ്. വീണ്ടും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എത്തുന്നത് നെൽവയലുകളുടെ കാഴ്ചകളിലേക്കാണ്. നെല്ലുൽപാദനത്തിൽ ഈ രാജ്യം വലിയ തോതിൽ വളർച്ച കൈവരിച്ചിട്ടില്ല. 70,000 ഹെക്ടറിൽ കൃഷി ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിലും 40,000 ഹെക്ടറിൽ മാത്രമേ കൃഷി നടക്കുന്നുള്ളൂ ഇവിടെ. ഇവിടുത്തെ ജനസംഖ്യയുടെ 70% കൃഷിയെ ഉപജീവിച്ചു കഴിയുന്നവരാണ്. അതിൽ വലിയൊരു ശതമാനവും നെൽകൃഷിക്കാരുണ്ട്.
എങ്കിലും ആധുനികമായ സാങ്കേതിക വിദ്യയൊന്നും വേണ്ട രീതിയിൽ ഇവിടെ കൃഷിക്ക് ഉപയോഗപ്പെടുത്തുന്നില്ല. ഒന്നാമത്തെ കാര്യം, ഇവിടുത്തെ ഭൂപ്രകൃതി പർവ്വതങ്ങളും മലനിരകളും നിറഞ്ഞതാണ് എന്നുള്ളതാണ്. നെൽകൃഷിക്ക് അനുയോജ്യമായ സമതല പ്രദേശങ്ങൾ വളരെ കുറവാണ് ഈ രാജ്യത്ത്. തിമൂറിന്റെ തീരസമതലങ്ങളിലാണ് നെൽകൃഷി കൂടുതൽ നടക്കുന്നത്. അത്ര അനുയോജ്യമല്ലാത്ത കഠിനമായ കാലാവസ്ഥയും ഒരു പ്രശ്നമാണ്. മഴക്കാലം എന്ന് പറഞ്ഞാൽ അതിതീവ്രമായ മഴയാണ്. വേനൽക്കാലം എത്തുമ്പോഴാകട്ടെ കഠിനമായ വേനലുമായി മാറും. പോർച്ചുഗീസുകാരുടെ പല പാലങ്ങളും പിന്നിട്ട് അതിന് താഴെ കൂടി ചെറിയ ചാലായി ഒഴുകുന്ന വരണ്ട നദിയും പിന്നിട്ട് കരിമ്പനകൾ തലയുയർത്തി നിൽക്കുന്ന മണ്ണിലൂടെ ഞങ്ങൾ സഞ്ചാരം തുടർന്നു. ബൗക്കാവു എന്ന ഇവരുടെ മറ്റൊരു ചരിത്ര നഗരത്തിലേക്ക്.